നമസ്കാരം. നടൻ വിജയും ഭാര്യ സംഗീതയും തമ്മിലുള്ള വിവാഹമോചന കേസ് ഒത്തുതീർപ്പിലേക്ക് ഇന്ന് തമിഴ് മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കറിയാം 4 ദിവസങ്ങൾക്ക് മുമ്പ് വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച ഒന്നായിരുന്നു വിജയ്ക്കെതിരെ സംഗീത നൽകിയ വിവാഹമോചന പെറ്റീഷൻ. ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ നൽകിയിരുന്ന ആ പെറ്റീഷനിൽ കൃത്യമായി പറഞ്ഞിരുന്നു വിജയ്ക്ക് മറ്റൊരു നായികയുമായുള്ള അവിഹിത ബന്ധത്തിന് കാരണം കൊണ്ടാണ് താൻ ഈ വിവാഹമോചന കേസ് ഫയൽ ചെയ്യുന്നതെന്ന് സംഗീത പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ ആ കേസ് ഒത്തുതീർപ്പിലേക്ക് നീങ്ങുകയാണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ വരുന്നത്. വിജയ്ക്ക് ഇന്നൊരു സമ്മേളനം, TV സമ്മേളനം തഞ്ചാവൂരിൽ വെച്ചുണ്ടായിരുന്നു. പൊതുസമൂഹത്തെ വിജയ് കാണുകയും ചെയ്തു. അത് ഈ ഒത്തുതീർപ്പ് നടത്തിയതിന് ശേഷമാണ് ഈ സമ്മേളനത്തിൽ പോലും വിജയ് പങ്കെടുത്തതെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 250 കോടി രൂപ കൊടുത്തിട്ട്, ഭാര്യ സംഗീതയ്ക്ക് 250 കോടി രൂപ കൊടുത്ത് വിവാഹമോചന കേസ് ഒത്തുതീർപ്പിലാക്കുക എന്നതാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 2021 മുതൽ തന്നെ തങ്ങളുടെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടാണ് സംഗീത ഈ വിവാഹമോചന ഹർജിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. വിജയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട നടിയുമായിട്ടുള്ള അവിഹിത ബന്ധം കാരണം തനിക്കും തൻ്റെ മക്കൾക്കും നേരിടേണ്ടി വന്ന മാനക്കേട് സഹിക്ക വയ്യാതെയാണ് ഈ വിവാഹമോചന കേസ് ഫയൽ ചെയ്യുന്നതെന്നും ആ റിപ്പോർട്ടിൽ എഴുതിയിരുന്നു. മാത്രമല്ല, ഈ നടിയുമായിട്ടുള്ള ബന്ധം താൻ മനസ്സിലാക്കിയും തൂക്കിയതിന് ശേഷം വിജയ് പിന്നെയും അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. ഈ നടിയുമായിട്ട് പിന്നീട് ബന്ധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ഇതേ നടിയുമായിട്ട് വിജയ് ബന്ധം പുലർത്തിയിരുന്നതായിട്ടും സംഗീത പറയുന്നുണ്ട്. വാർത്താ മാധ്യമങ്ങളിലും ഗോസിപ്പ് കോളങ്ങളിലും ഉൾപ്പെടെ വിജയുമായിട്ട് ഈ നടിയുടെ പേര് വന്നതും തങ്ങളുടെ മക്കൾക്ക് സ്കൂളിൽ കുട്ടികൾക്കിടയിൽ കൂട്ടുകാർക്കിടയിലും ഒക്കെ തന്നെ മോശം പേരുണ്ടാക്കിയെന്നതും സംഗീത പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അത്രയധികം കോളിളക്കം സൃഷ്ടിച്ച നാഷണൽ മീഡിയയിൽ തന്നെ തരംഗമായി മാറിയ ഈ കേസ് ഇപ്പോൾ ഒത്തുതീർപ്പിലേക്ക് നീങ്ങുകയാണെന്നുള്ളതാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 250 കോടി രൂപ വിജയ് കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. തൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കുമായിട്ട് ഇതെങ്ങനെയാണ് വിഭജിച്ചെടുക്കുക എന്നത് സംബന്ധിച്ച് വ്യക്തതയൊന്നും വന്നിട്ടില്ല. ഏകദേശം ഒരു സിനിമയ്ക്ക് തന്നെ വിജയ് 200-250 കോടി രൂപയാണ് തൻ്റെ സാലറിയായി വാങ്ങുന്നത്. ആ സാലറിയുടെ മുഴുവൻ തുകയും ഇപ്പോൾ ഈ കേസിൻ്റെ ഒത്തുതീർപ്പുമായി ബന്ധപ്പെട്ട് കൊടുക്കുകയാണോ എന്നുള്ളതും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ വിവാഹമോചനത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് സംഗീത കുറച്ചധികം നാളുകളായി വിജയ്ക്ക് പിന്നാലെ തന്നെയുണ്ട്. എന്നാൽ തൻ്റെ രാഷ്ട്രീയ ഭാവിയും തൻ്റെ സിനിമയിലെ പ്രതിച്ഛായയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് വിജയ് ഈ വിവാഹമോചനം നൽകാൻ തയ്യാറായിരുന്നില്ല. അതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് സംഗീത നാളുകൾക്ക് നീണ്ടുള്ള ചർച്ചകൾക്കും പിന്നാലെയുള്ള നടത്തത്തിന് ശേഷം ഒന്നും ആവാതെ വന്നപ്പോൾ ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നതെന്നതും ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം കൂടിയാണ്. തമിഴ്നാട് ഇലക്ഷൻ പടിവാതിൽക്കൽ നിൽക്കെ വിജയ്ക്ക് നേടി ഒരു തുറുപ്പ് ചീട്ടായിട്ട് പോലും രാഷ്ട്രീയ പാർട്ടികൾ ഈ വിവാഹമോചന കേസ് മാറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിജയ്ക്ക് ഒരു പ്രതിച്ഛായ തിരിച്ചുപിടിക്കൽ വളരെ അനിവാര്യമാണ്. കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വിജയുടെ രാഷ്ട്രീയ ഭാവി വല്ലാത്ത രീതിയിൽ മാറും. ഇപ്പോൾ തന്നെ തമിഴക വെട്ടിക്കഴകത്തിന് വേണ്ടിയിട്ട് വിജയ് മുടക്കിയിരിക്കുന്ന പൈസ ചെറുതൊന്നുമല്ല. ഈ പാർട്ടി രൂപപ്പെട്ടെടുക്കാനും ഓരോ സമ്മേളനങ്ങൾ നടത്താനും വിജയുടെ രീതിയിലുള്ള എഫേർട്ട് ചെറുതൊന്നുമല്ല. വിജയ് ലക്ഷ്യം കാണുന്നൊരു സ്വപ്നമുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി കസേരയാണ് ആ സ്വപ്നം. അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് വിജയ് കഠിനമായ ശ്രമങ്ങളെല്ലാം തന്നെ നടത്തുന്നത്. കരൂർ ദുരന്തവും CBIയുടെ അന്വേഷണവും ജനനായകൻ്റെ റിലീസും ഇപ്പോഴത്തെ വിവാഹമോചന കേസും അങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് വിജയ് ഇങ്ങനെ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴിതാ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിലേക്ക് വരികയാണ്, ഒത്തുതീർപ്പിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ കേസ് വന്നതിന് പിന്നാലെ തന്നെ മകൻ ജേസൺ വിജയെ ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്തിരുന്നത് കണ്ടു. നടി തൃഷ കൃഷ്ണൻ വിജയെ അൺഫോളോ ചെയ്യുന്ന വാർത്തയുണ്ടായിരുന്നു. ഇങ്ങനെ പല സംഭവ വികാസങ്ങളും ഇതിനിടയിൽ നടക്കുന്നതിനിടയിലാണ് ഈ വിവാഹമോചന കേസുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് സംഗീതയോട് വിജയുടെ ചുറ്റുമുള്ളവർ പ്രതികരിക്കുന്നതും ഇത് ഒത്തുതീർപ്പിലേക്ക് നീങ്ങാമെന്നും ഇത് മുന്നോട്ട് പോകണ്ട, അതെങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ച് നടപടിയെടുക്കാമെന്നും ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ 20 വിജയ് ഹാജരാകണമെന്നായിരുന്നു ഹർജിയിൽ പറഞ്ഞിരുന്നത്. ഒത്തുതീർപ്പിലേക്ക് നീങ്ങുകയാണെങ്കിൽ അങ്ങനെയുള്ള സാധ്യത കണക്കാക്കുകയുമില്ല. ഏതായാലും ഇത് ഒത്തുതീർപ്പിലേക്ക് നീങ്ങുകയാണെങ്കിൽ വലിയ സാമ്പത്തികമായ നഷ്ടം തന്നെ വിജയ്ക്ക് ഉണ്ടാകും. ഭാര്യയ്ക്കും മക്കൾക്കുമായിട്ടൊരു വലിയ തുക തന്നെ കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യവുമാണ് നിലവിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതൊരു പെറ്റി പേഴ്സണൽ ഇഷ്യൂ ആയിട്ട് മാറ്റാൻ കഴിയില്ല. തമിഴ്നാട് ഇലക്ഷനെ തന്നെ രീതിയിൽ മാറ്റിമറിക്കാൻ കഴിയുന്ന ഏറ്റവും സുപ്രധാനമായിട്ടൊരു കേസായിട്ടാണ് വിജയ് സംഗീത വിവാഹമോചന കേസും മാറുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.